കന്യാകുമാരി മുതൽ കശ്മീർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ജൈത്രയാത്ര. കോൺഗ്രസിനെ ശാക്തീകരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര. ഈ യാത്രയുടെ ഒടുക്കം സർവശക്തനായി ജനാഭിമതനായി മാറിയ കോൺഗ്രസ്സുകാരൻ, അതായിരുന്നു രാഹുൽ ഗാന്ധി. അതിനുശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന ഒരു പടയൊരുക്കം. അതിൻ്റെ ഫലമായി പണ്ടെങ്ങോ 2019 പറഞ്ഞു പോയ ഒരു വാക്കിൽ നിന്നുണ്ടായ കോടതി വിധി. ആ വിധിയിൽ ലോക്സഭാ അംഗത്വം തന്നെ നഷ്ടപ്പെട്ട് ലോക്സഭയുടെ പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോകുന്ന രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാം. എങ്കിലും രാഹുൽ ഗാന്ധി വാദിച്ചുകൊണ്ടേയിരിക്കുന്നു വീറോടെ. ഇനിയും തന്നെ നിശബ്ദനാക്കാൻ ഒരു കോടതി വിധിക്കും സാധ്യമല്ലെന്നും ഈ ലോക്സഭാ സെക്രട്ടേറിയറ്റിൻ്റെ നടപടിക്ക് പോലും സാധ്യമല്ലെന്നും പറയുന്നു. നരേന്ദ്രമോദി എന്ന നേതാവിനെതിരെ പ്രധാനമന്ത്രിക്കെതിരെ ഉയർത്തുന്ന ആരോപണങ്ങളിൽ താൻ അടിയുറച്ച് വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രിക്കെതിരെ നിരവധി ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി. പക്ഷേ എവിടെയോ കാണാതെ പോയ ചില കാര്യങ്ങളുണ്ട്. BJP ഒരുപക്ഷെ കാണാതെ പോയവ. അതാണ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയക്കാരനെ ഒരുപക്ഷെ ശക്തനാക്കാൻ പോകുന്നതും. ഇനി നമുക്കറിയേണ്ടത് ഇത്രമാത്രം: വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയെ എന്ന് പറയുന്ന നേതാവ് ശക്തനായി മാറുമോ, അതോ വീണ്ടും പഴയ തട്ടകത്തിലേക്ക് തിരിച്ചു പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുമോ? രാഹുൽ ഗാന്ധി വാഴുമോ അതോ വീഴുമോ? ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പി ശ്രീകുമാർ സാറാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാർ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം എന്നൊരു മറ്റൊരു ദിശയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ് നയിക്കുന്ന ഒരു വിഭാഗവും മറുഭാഗത്ത് BJP നയിക്കുന്ന NDA. ഇത് തമ്മിലുള്ള ഒരു കൊളീഷൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഉള്ളത് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ് നടത്തിയ ഒരു അബദ്ധമായ ഒരു പ്രസ്താവനയുടെ പിൻബലത്തിലാണ്. അതിന് കോടതി ശിക്ഷിക്കുകയും അദ്ദേഹത്തെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തെ എങ്ങനെയാണ് സർ വിലയിരുത്തുന്നത്? ഇപ്പോൾ തുടർന്ന് വന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് സർ നോക്കിക്കാണുന്നത്? അല്ല, ഒരു വശത്ത് NDAയും മറുവശത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷവും എന്നുള്ളത് പുതിയ സംഭവമല്ല. പക്ഷേ ഒരു സംഗതി എന്ന് വെച്ചാൽ പ്രതിപക്ഷത്ത് ഒരിക്കൽ പോലും ഒരു ഐക്യം ഉണ്ടാക്കാൻ കോൺഗ്രസ്, ശരിക്കുള്ള ഐക്യം ഉണ്ടാക്കാൻ കോൺഗ്രസ് സാധിച്ചിരുന്നില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വിഡിത്തം പോലെ ഒരു പ്രസ്താവന രാഹുൽ ഗാന്ധി നടത്തി. ശരിക്കും അദ്ദേഹം തുടർച്ചയായിട്ട് പല വിഡിത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ആദ്യത്തെ വിഡിത്തമല്ല. ഈ ഒരു സംഭവം മോദി എന്ന് പറഞ്ഞൊരു സമുദായമാണ്. ഒത്തിരി പേരുള്ളൊരു ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ അല്ലെങ്കിൽ ഒരു OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു പ്രമുഖ സമുദായമാണ്. അവരുടെ ഒരു സമുദായത്തെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ മോഡി എന്ന പേരിൽ പല രംഗത്ത് പ്രശസ്തരുണ്ട്. നരേന്ദ്രമോദി മാത്രമല്ല പ്രശസ്തർ. അവരെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. അത് ബാലിശമായ പ്രസ്താവനയാണെന്ന് എല്ലാവരും പറയുമല്ലോ. അത്രയും ഇത്ര ഒരു ഉന്നത കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലൊക്കെ ഇരുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുമ്പോൾ അത്ര ഒരു ബാലിശ പ്രസംഗം നടത്തിക്കൂടാ. അത് ആദ്യത്തെയല്ല. RSSനെതിരെ ഇദ്ദേഹം ഒന്നും അറിയാതെ, RSS എന്നാണെന്നോ RSSൻ്റെ പ്രവർത്തനം എന്താണെന്നോ RSSൻ്റെ പാരമ്പര്യമെന്നോ ചരിത്രമൊന്നും അറിയാതെ RSS ആണ് ഗാന്ധിജിയെ കൊന്നതെന്ന് ആരോ പറയുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യവശാൽ ഇതിനോട് പലരും ഇങ്ങനെ പറയാൻ കേസ് എടുത്തിട്ടുണ്ട്. അതെ, പലതവണ ഇപ്പോൾ കേരളത്തിലൊക്കെ ഇടതുപക്ഷക്കാർ പലരും വായിട്ടലയ്ക്കാറുണ്ട്. കേസൊക്കെ പോയാൽ അവർക്കും പ്രശ്നം ഇത് തന്നെ നേരിടേണ്ടി വരും. കാരണം RSS ഒന്നും ഒരിക്കൽ പോലും ഗാന്ധിയെ കൊന്നിട്ടില്ല എന്ന് ഇവിടുത്തെ പരമോന്നത കോടതി വിധിച്ചിട്ടുണ്ട്. RSSൻ്റെ നിരോധനം നീക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്, അതായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. എന്നിട്ട് ഇപ്പോഴും ചിലരൊക്കെ RSS എന്ന് പറയുമ്പോഴത്തേനും ഗാന്ധി ഘാതകരെന്ന് പറയുന്നു. ഇപ്പോൾ കുറച്ചാളായിട്ട് അത് മാറിയിട്ട് സവർക്കറുമായിട്ട് കണക്ട് ചെയ്താണ്. സവർക്കറും RSSുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സവർക്കറെ RSSൻ്റെ ആചാര്യനായിട്ടാണ് ഇപ്പം പ്രതിപക്ഷങ്ങൾ കാണുന്നത്, ഇദ്ദേഹവും രാഹുൽ ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. സവർക്കറുടെ പല ആശയങ്ങളും പല ആശയങ്ങളും RSSൻ്റെ ആശയങ്ങളും ഒത്തുപോകുന്നതല്ലാതെ ഒരിക്കലും സവർക്കർ RSSൻ്റെ നേതാവേ ആയിരുന്നില്ല. എന്നിട്ടും സവർക്കർ ക്ഷമ പറഞ്ഞു, എന്നിട്ട് RSSകാർ ക്ഷമ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ ഈക്വൽ ചെയ്തിട്ട് പറഞ്ഞു. ഇത്ര വിഡിത്തങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇത്ര പ്രതിപക്ഷമായാലും ഉന്നത നേതാക്കന്മാർ പോലും ഇത്ര വിഡിത്തത്തിൻ്റെ മുകളിൽ കൂടിയാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം RSSനെക്കുറിച്ച് RSSനെതിരെ പറഞ്ഞ RSS ആണ് ഗാന്ധിയെ വധിച്ചതെന്ന് പറഞ്ഞ 2 കേസ് ഇപ്പോഴും മഹാരാഷ്ട്ര അദ്ദേഹത്തിൻ്റെ പേര് പെൻഡിങ് ഉണ്ട്. അതുപോലെ ഒരു കേസിൽ അദ്ദേഹം ക്ഷമ പറഞ്ഞു. ഇന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗാന്ധി എന്നാണ് എൻ്റെ പേര്, സവർക്കർ എന്നല്ല, ഞാൻ ക്ഷമ പറയലെന്ന്. ഇതൊക്കെ ഏത് ലോകത്ത്? ഇദ്ദേഹം തന്നെ കോടതിയിൽ പോയി ക്ഷമ പറഞ്ഞിട്ട് ഊരി പോന്നിട്ടുണ്ട്. ഗാന്ധിജി പിന്നെ ക്ഷമ പറഞ്ഞെടുത്ത് ക്ഷമ പറഞ്ഞിട്ടുണ്ട്.
ഗാന്ധിജി ക്ഷമ പറയാൻ, ഗാന്ധിജി മാപ്പ് പറയേണ്ടവരോട് മാപ്പ് പറയേണ്ടത്, തെറ്റ് പറ്റിയത് തെറ്റാൻ സമ്മതിക്കുന്ന ഔന്നിത്യമുള്ള നേതാവായിരുന്നു. ഗാന്ധിജിയോടൊക്കെ ഈ രാഹുൽ ഗാന്ധി ഞാൻ ഗാന്ധി എന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേരാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാന അബദ്ധമല്ലേ? മഹാത്മാഗാന്ധിയോട് ഏതെങ്കിലും തരത്തിൽ തുലനം ചെയ്യാൻ ഈ രാഹുൽ ഒരു യോഗ്യതയില്ല. ഇദ്ദേഹത്തിൻ്റെ വിവരക്കേടിന് അല്ലെങ്കിൽ വിഡിതന് കോടതി എന്നല്ല ഇത് വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി എന്നതിന് കുറ്റം പറയണം, BJP സർക്കാർ എന്തെങ്കിലും ചെയ്തു? ഇങ്ങനെ ഒരു കോടതി വിധി വരുമ്പോൾ കോടതിയിൽ നിന്ന് ശിക്ഷ കിട്ടിയാൽ അത് പ്രത്യേകിച്ച് 2 വർഷമെങ്കിലും കുറഞ്ഞ 2 വർഷമെങ്കിലും മാക്സിമം ഉള്ള ഒരു ശിക്ഷ കിട്ടിയാൽ അയോഗ്യത ആകുന്നുള്ള നിയമമാണ്. അല്ല സാർ, ഞാൻ എൻ്റെ ഒരു സംശയം അതല്ല. അങ്ങനെ ആണെങ്കിൽ പോലും ഇതൊരു തിടുക്കപ്പെട്ട തീരുമാനമായിരുന്നില്ല? അദ്ദേഹത്തിന് ലോക്സഭാംഗത്വം ഇല്ലായ്മ ചെയ്യുക, അല്ലെ അദ്ദേഹത്തെ അയോഗ്യത കൽപ്പിക്കുക എന്നുള്ളത് ഒരു തിടുക്കപ്പെട്ട ഒരു മൂവ്മെന്റ് ആയി നമുക്ക് കാണാം. തിടുക്കപ്പെട്ട മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് തിടുക്കപ്പെട്ട മൂവ്മെന്റ്? കാര്യം അദ്ദേഹത്തിന് ഒരു അപ്പീൽ പോകാൻ വേണ്ട അവസരവും കോടതി കൊടുത്ത സാഹചര്യം. നമ്മുടെ ഒരു സംവിധാനത്തിൽ ഇത് നമുക്കതിൻ്റെ ചരിത്രം പറയണം. കാരണം ഇത് എത്ര കുറ്റവാളികളായാലും എത്ര ശിക്ഷിക്കപ്പെട്ടാലും ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ ഇവിടുത്തെ നമ്മുടെ ഭരണഘടനാ പദവികളും മന്ത്രിമാരും MLA-മാരും ഒക്കെ അതിട്ട് ഇരിക്കാവുന്ന ഒരു അവസ്ഥ വന്ന് നമ്മളിത് ദുഷിച്ച സമയത്താണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പറഞ്ഞു ശിക്ഷിക്കപ്പെട്ട കൺവിക്റ്റായ ആൾക്കാർ ഇങ്ങനത്തെ പദവികളിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റ് 2 വർഷം എന്നുള്ള ഇതും പറഞ്ഞു. അത് 2013 അന്ന് കോൺഗ്രസ്സാണ് ഇവിടെ ഭരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ കഥ. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഇത് അപ്പം തന്നെ കോൺഗ്രസ്സിലെ പലർക്കും പേടിയുണ്ട്, ഞങ്ങൾ ശിക്ഷിക്കപ്പെടും, ഞങ്ങളുടെ കൂടെയുള്ള അന്നത്തെ അറിയാലോ അന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ പലരും അഴിമതിയും പല കേസുകൾ ശിക്ഷിക്കപ്പെടാൻ ഇങ്ങനെ കാത്തു നിൽക്കുക, അന്വേഷണത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. അപ്പോൾ അവർ കരുതി ഇത് നമുക്കിട്ട് പാര വരുമെന്നുള്ള കരുതിയിൽ അവരത് ഓർഡിനൻസ് നിയമം കൊണ്ടുവരാൻ വേണ്ടി ആദ്യമേ ഓർഡിനൻസ് കൊണ്ടുവന്നു. അന്ന് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയമോ ഒന്നും അറിയാൻ മേലാത്ത, അല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പോലും ശരിക്കും അറിയാൻ മേലാതെ ഇദ്ദേഹം എന്ത് ചെയ്തു, ആ ഒരു ഓർഡിനൻസിൻ്റെ കാര്യം പത്രസമ്മേളനത്തിൽ നടത്തി മന്ത്രി പറയുമ്പോൾ ആ പത്രസമ്മേളനത്തിലോട്ട് കയറി ചെന്നിട്ട് ആ ഓർഡിനൻസ് വലിച്ചിട്ട് ഭയങ്കര ഷോമാൻ ഞാൻ ഉണ്ടോ. അത് ശരിക്കും ആൾക്കാർ പബ്ലിക് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആൾക്കാർ അധികാര സ്ഥാനത്തിൽ വരരുതെന്നാണ് പബ്ലിക്കിൻ്റെ ആഗ്രഹം. ആ ആഗ്രഹത്തിന് തന്നെ അന്നത്തെ മൻമോഹൻ സിംഗ് നിന്നപ്പം പബ്ലിക്കിനൊപ്പം നിന്നതാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അതിന് തന്നെ അദ്ദേഹം തെറ്റിയതപ്പോൾ ആ ശിക്ഷയാൾ അർഹനാണ്. ശരിക്കും രാഹുൽ ഗാന്ധി അന്ന് പബ്ലിക്കിനൊപ്പം നിന്നുകൊണ്ട് വലിച്ചു കീറിക്കളഞ്ഞു. നമുക്ക് രാഷ്ട്രീയമായിട്ട് അപക്വമാണ്. കാരണം സ്വന്തം പാർട്ടി, അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ നേതാവല്ലേ, സ്വന്തം പാർട്ടിയുടെ സർക്കാർ ചെയ്ത ഒരു തീരുമാനത്തെ പബ്ലിക്കിനെ ഉപയോഗിച്ച് അത് അദ്ദേഹത്തിന് അമ്മയോടാ പറഞ്ഞ് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അതൊരു ഷോ ആയിരുന്നു. അത് ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെ പോലും നാണം കെടുത്തി. ആ മന്ത്രി എന്തായിരിക്കും ഇൻസൾട്ട് ചെയ്തത്? സ്വന്തം കോൺഗ്രസിൻ്റെ മന്ത്രിയല്ല ഇത് പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്തൊരു ഇത് ഏത് വിഡിതം കാണിക്കും? സ്വന്തം പാർട്ടിക്കാരെ വരെ വീട്ടിലാക്കി ഒരു വിഡിതം കാണിച്ചാൽ ആ ഒരു നിയമം അല്ലെ ആ ഒരു കോടതിയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഇതാണ് ഇപ്പം ചെയ്തത്. പിന്നെ ഈ സുപ്രീം കോടതിയുടെ ഒരു മെൻഷൻ പോലും ഈ വിധിയിൽ സൂറത്തിലെ ജഡ്ജി പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതുപോലെ എപ്പോഴും വായിട്ടലച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ബേസും ഇല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചത്? ഇയാൾ കള്ളത്തരത്തിന് കാവൽ നിൽക്കുന്നയാളെന്നൊക്കെ പറഞ്ഞില്ലേ, എന്തെല്ലാം ഇലക്ഷൻ പറയുന്നതിലെല്ലാം എന്തെല്ലാം പറയും. പക്ഷേ ഇങ്ങനത്തെ ഒരാളെ ടാർഗറ്റ് വ്യക്തികളെ ആരും ചെയ്യാറില്ല. അത് കോൺഗ്രസ് ഭ്രാന്തി പിടിച്ച പോലെയാണ്. മോഡിയെക്കുറിച്ച് ബുച്ചർ എന്നാണ് വിളിച്ചത് സോണിയാഗാന്ധി. അതെ, നേരത്തെ അങ്ങനെ ഒരു പരാമർശം. ഇങ്ങനെ ഇഷ്ടംപോലെ പരാമർശങ്ങൾ. കോൺഗ്രസ്സുകാർക്ക് ഒരു മര്യാദയില്ല. അവർ വലിയ ഇതൊക്കെ പറയുമെങ്കിലും അവർക്ക് ഭരണം ഒരു സംവിധാനം അല്ലാതെ ജനാധിപത്യത്തോടോ അല്ലെങ്കിൽ സാധാരണ ലെവലിൽ നിന്ന് വന്ന നേതാക്കന്മാരോടൊന്നും ഒരു കെയറുമില്ല. ഇപ്പോൾ അനിയുടെ മോൻ തന്നെ പറഞ്ഞിട്ടില്ലേ, ഇന്നത്തെ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഇങ്ങനെ അവർ പറയുന്നത് ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഒരു വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ ബഹളം വെക്കുന്നതിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കുറേ അല്ല സാർ, അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലാതെ വെറുതെ ഒരു ചെറിയ വാർത്തയായി മാറുന്ന ആ ഒരു പരാമർശം പിന്നീട് ഈ ഒരു കേസ് വരുന്നു. ഈ കേസിലൂടെ തന്നെയുമല്ല, ഈ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തി കോൺഗ്രസിനെ ഒരു ശക്തിപ്പെടുത്തുമെന്നുള്ള നിലയിൽ കന്യാകുമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് അയാൾ എന്തോ വലിയ ശക്തിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു ഭയപ്പാടുണ്ടായിട്ടാണ് ഈ വിധി വന്നതെന്ന് പല ആരോപണങ്ങളും വരുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ഒരു വലിയ ജനകീയ നേതാവാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും എന്നൊക്കെ ഒരു ആശങ്കയും മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ അങ്ങനെ കാണില്ലേ? നമ്മുടെ
ഞാൻ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മൾ വായിച്ച രസം തോന്നും. കാരണം ഈ ഒരു സംഭവത്തോട് ഇതാ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അങ്ങ് സടകുടഞ്ഞെഴുന്നേറ്റു മോഡിക്കെതിരെ വലിയ ശക്തിയാകും എന്നാണ് പറയുന്നത്. അതേ പത്രത്തിൽ തന്നെ പിന്നെ പറയാണ് ഇത് നരേന്ദ്രമോദി അല്ലെങ്കിൽ BJP ബോധപൂർവം സ്പീഡിൽ ചെയ്ത കാര്യമാണെന്ന്. അപ്പം സ്വയം കുഴി തോണ്ടാൻ BJP ശ്രമിക്കുമോ? ഇതിങ്ങനെ ഒരു വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും അതോടെ രാഹുൽ ഗാന്ധിയെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തിടുക്കത്തിലൊരു കാര്യം BJP ചെയ്യുന്നതിനാ. ഒരേ സംഗതി തന്നെ ഒരേ കാര്യം പറയുമ്പോൾ തന്നെ ഒരു പത്രത്തിൻ്റെ 2 വാർത്ത, ഒരേ പേരുള്ള 2 വാർത്തയും 2 ആംഗിളിൽ പറയാണ്. ഒന്ന് പറയുന്നു ഇതോടുകൂടി ഇതാ പ്രതിപക്ഷം മുഴുവൻ ഒറ്റക്കെട്ടാകുന്നു, മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഐക്യം ശക്തിപ്പെടുന്നു, BJPക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും, അതാണ് ഈ ഒരു വിധിയോടുകൂടി അങ്ങനെയൊന്നും ഭയക്കണ്ടേ അല്ല. അപ്പം അങ്ങനെ ഭയക്കുന്നു എന്ന് പറയുമ്പം അതേ പറയാണ് ഇത് BJPയുടെ തന്ത്രമാണ്, BJP ബോധപൂർവം ചെയ്തതാണ്, രാഹുൽ ഗാന്ധിയെ ഭയന്നിട്ട് ചെയ്തതാണ്. BJP രാഹുൽ ഗാന്ധിയെ ഭയന്നിട്ട് രാഹുൽ ഗാന്ധിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാനാണോ ശ്രമിക്കേണ്ടത്? ഇത് കോടതി വിധി, നാച്ചുറലി അപ്പോൾ അതിൻ്റെ അടുത്ത നടപടി എന്നുള്ളതിൽ അംഗത്വം പോകും. ഇതിനു മുമ്പ് ഉണ്ടല്ലോ നമുക്കറിയാം ഈ കോടതി എന്നൊക്കെ പറഞ്ഞാലൊന്നും അംഗീകരിക്കാനൊന്നും കോൺഗ്രസ് സാധിക്കുന്നില്ല. ഇന്ദിരാഗാന്ധിക്കെതിരെ ഇങ്ങനെ ഒരു കോടതി വന്നപ്പോൾ അവരെന്താ ചെയ്തത്? അടിയന്തരാവസ്ഥ. ഇന്ദിരാഗാന്ധിക്കെതിരെ ഇതുപോലെ ഒരു അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു, അവരുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി. അത് സുപ്രീം കോടതിയിൽ നമ്മുടെ കൃഷ്ണയ്യരായിരുന്നു. ശരിക്കും കൃഷ്ണയ്യർ ഇന്ദിരാഗാന്ധിക്ക് ഒരു സഹായം ചെയ്ത പോലെയാണ്. അദ്ദേഹം ആ വിധി റദ്ദാക്കി ആ ഗ്യാപ്പ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പിന്നെ 2 വർഷം കഴിഞ്ഞാൽ പറ്റി. അപ്പോൾ നമ്മൾ ഈ കൃഷ്ണയ്യരൊക്കെ വലിയ ഇടതുപക്ഷത്തിൻ്റെ ആശയമുള്ള ആളെന്ന് പറഞ്ഞാൽ ശരിക്കും അന്നും ഈ ഇടതുപക്ഷത്തിൻ്റെ മനസ്സുള്ള ആൾക്കാരായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി രക്ഷിച്ചത്. ഇന്ദിരാഗാന്ധിയെ സംരക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു വിധിയാണ്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ കീഴ്ക്കോടതിയുടെ വിധി അങ്ങ് അംഗീകരിച്ചാൽ മതി. അദ്ദേഹം ആ വിധി സ്റ്റേ ചെയ്തുകൊണ്ട് ഭരണത്തിൽ തുടരാനുള്ള അനുമതിയും കൊടുത്തു. ആ അനുവാദം മുതലാക്കിക്കൊണ്ട് അവർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നാട്ടിലെ മുഴുവൻ കുട്ടിച്ചോറാക്കി. ഇന്ന് ആ പരിപാടി പറ്റില്ല. അന്ന് അടിയന്തരാവസ്ഥ അധികാരം എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് ഭരിക്കുന്നത് വേറെയാണ്. എന്ത് ബഹളം വെച്ചിട്ടും കാര്യമില്ല. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇരുന്നോട്ടെ, BJPക്ക് പേടിക്കണ്ട. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇരുന്നോട്ട് എല്ലാവരുടെ ഒന്നാമതൊന്നും BJP തോക്കുന്ന അവസ്ഥയൊന്നും ഇന്ത്യയിലില്ല. കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ പ്രതിപക്ഷം ഒറ്റയ്ക്കായാലും പെട്ടയ്ക്കായാലും BJP കിട്ടാവുന്ന സീറ്റ് കൊണ്ട് കിട്ടുമെന്നൊരു സംശയമാണ്. കിട്ടാൻ സാധ്യത ഇതുവരെ കിട്ടില്ലല്ലോ. ഏതായാലും 1-2 സീറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് BJP ഇലക്ഷന് പോകാൻ പോകുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി ഇവർ ഒന്നിച്ച് നിൽക്കാൻ ചിലപ്പോൾ കൂടുതൽ വോട്ട് BJP കിട്ടും. ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം ഇവരൊക്കെ CPM-ഉം കോൺഗ്രസും പ്രതിപക്ഷങ്ങളും ഒന്നിച്ചിട്ട് എന്ത് കാര്യം? കാരണം ഓരോ ഈ പറഞ്ഞ പാർട്ടികൾക്ക് അവരുടെ പോക്കറ്റിൽ അവർ ശക്തിയായിട്ട് നിൽക്കുക, ഇവരെ കുറച്ച് വോട്ട്. ഇപ്പോൾ നമുക്ക് ത്രിപുരയെ കണ്ടില്ലേ, എല്ലാവരും കൂടെ ഒന്നിച്ചല്ലോ. എല്ലാവരും ഒന്നിച്ചിട്ട് എന്ത് ചെയ്ത് BJP ജയിച്ചില്ലേ? അപ്പം ഇതൊരു ബഹളമാണ്. വിഡിത്തം വിളമ്പിയാൾക്ക് കോടതി കൊടുത്ത ശിക്ഷയാണ്. അതിന് BJPയെയോ നരേന്ദ്രമോദിയോ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിനകത്ത് പിന്നെ നമുക്ക് ആഘോഷിക്കാം, വേറെ വാർത്തയില്ലാത്തതുകൊണ്ട് ആഘോഷിക്കാം. ഇതാ രാഹുൽ ഗാന്ധി പൊങ്ങി വരുന്നു. ഞാൻ ചോദിച്ച സിമ്പിൾ ലോജിക്കല്ലേ? രാഹുൽ ഗാന്ധി ഇപ്പം നമുക്ക് എന്തൊക്കെ കുറ്റം പറഞ്ഞാലും BJPയെ നിങ്ങൾ എതിർത്തു, BJPയുടെ പൊളിറ്റിക്സിനെ എതിർത്തു. പക്ഷേ BJPയുടെ എത്രയും രാഷ്ട്രീയ കുശലതയും BJP നേതാക്കന്മാരുടെ എത്രയും കണ്ണിങ്ങുമുള്ള ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ് ഇന്ന് ഇന്ത്യയിലില്ല. ഓരോ വിഷയത്തിലും അവരുടെ ഇടപെടൽ. അപ്പം അവർക്ക് ഈ വിഷുവിൽ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ ഈ ഒരു കേസ് എന്ത് ചെയ്താൽ രാഹുൽ ഗാന്ധി പോകുന്നുള്ള കാര്യം അറിയാൻ മേലാത്തവരൊന്നും അല്ലല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒരു ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി BJP ശ്രമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സാർ, മറ്റൊരു വശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ BJP ഇതര പാർട്ടികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുകയും അവിടങ്ങളിൽ മറ്റ് കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ പ്രധാന എതിരാളികൾക്ക് അടക്കമുള്ളവർക്ക് പരാജയം സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യയിൽ അത് സംഭവിക്കുകയാണെങ്കിൽ അത് മറിച്ചൊരു വിധിയെഴുത്താകില്ലേ എന്നൊരു സംശയം ഉണ്ടാവും. അല്ല, അതില്ലെന്നേ, അത് നടക്കത്തില്ലെന്ന്. നമുക്കങ്ങനെ നമ്മൾ 1, 1, 2 എന്നുള്ള കണക്കല്ല, അല്ല 1, 1, 2, 1, 1, 1, 3 എന്നുള്ള കണക്കൊന്നും അല്ല തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അത് പലപ്പോഴും നമ്മൾ എത്ര തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അതെ, ഒരിക്കൽ അങ്ങനെയല്ല. ഇന്ത്യൻ പൊളിറ്റിക്സ് അങ്ങനെയല്ല. ഇപ്പം BJPക്ക് അനുകൂലമായ ഒരു മനസ്സാണ് ഇന്ത്യയുടെ മനസ്സ്. അതിന് പല ഘടകങ്ങളുണ്ട്. വികസനം എന്നുള്ളൊരു കൺസെപ്റ്റുണ്ട്. പിന്നെ നല്ല ഒരു ഇന്ത്യ ലോകത്തിന് മുമ്പിൽ എമർജ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളൊരു വലിയൊരു വികാരമുണ്ട്. ആ ഒരു ക്ലാസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ വിഭാഗങ്ങൾക്കും പിന്നോക്ക വിഭാഗങ്ങൾ, ഗോത്രവർഗ്ഗങ്ങൾ, ബിസിനസ് കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ്, ഈ ഒരു വിഭാഗങ്ങൾക്ക് അവരുടെ ആംഗിളിൽ നോക്കുമ്പം ഈ സർക്കാർ നല്ലതെന്ന് തോന്നാൻ വേണ്ടി ഒത്തിരി ഘടകങ്ങളുണ്ട്. അതേസമയത്ത് പ്രതിപക്ഷത്താര് എന്നൊരു ചോദ്യം വരുമ്പോഴത്തേനും ആരുമില്ല.
ദുർബലമായ എല്ലാവരും ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് നിൽക്കുകയാണ്. ഇതൊരു ഭയങ്കര ഇന്ത്യ പോലുള്ള ഒരു മഹത്തായ രാജ്യത്തിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അത് ലോകത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുക, ലോകത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭരണവും നേതാക്കന്മാരുമാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നുള്ളത്. അത് നമ്മൾ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് പേഴ്സണലി സംസാരിക്കുമ്പോൾ മറ്റു പാർട്ടിക്കാർ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ പ്രത്യേകിച്ച് കേരളം പോലുള്ള സ്ഥലത്ത് പൊളിറ്റിക്സ് എല്ലാവരും നയിക്കുന്നുണ്ട്, അത് പറയത്തില്ല. പക്ഷേ സിൻസിയറായിട്ട് പച്ചയായിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ലോകത്തിന് മുമ്പിൽ ഇന്ത്യക്കൊരു പ്രൈഡ് ഉണ്ടെങ്കിൽ അത് ഈ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം തന്നെയാണ്. എല്ലാ രംഗത്തും ഒരിടത്തെ പോലും സൈലൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലോക നേതാവായിട്ട് അദ്ദേഹം ഉയർന്നു. അത് BJP എന്നൊരു ഓർഗനൈസ്ഡ് രാഷ്ട്രീയ പാർട്ടി ഐഡിയോളജിയുടെ ബലത്തിൽ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ പിൻബലത്തിലോടുകൂടി നിൽക്കുന്നു. നരേന്ദ്രമോദിയെ പോലുള്ള അമിത്ഷായെ പോലുള്ള ധാരാളം നേതാക്കന്മാർ, എന്നാൽ അഴിമതിയിലും മറ്റും മുങ്ങിക്കുളിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നിനും കൊള്ളാത്തത്, ഇന്ത്യക്കാർ മോശക്കാരെന്നുള്ള ഒരു പ്രചരണം നടന്നിട്ട് പെട്ടെന്ന് തന്നെ ഒരു ഷിഫ്റ്റ്, പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരും. അഴിമതികൾ മൊത്തം അഴിമതിയിലല്ലോ. ഇവർ ഒന്ന് രണ്ട് അഴിമതി റാഫേൽ എന്നൊക്കെ പറഞ്ഞതൊക്കെ അത് ചീറ്റിപ്പോയി. ആ സമയത്ത് ഇദ്ദേഹം കുറേ വിഡിതൊക്കെ പറഞ്ഞു. ആ സമയത്ത് നരേന്ദ്രമോദിയെ കള്ളൻ എന്നൊക്കെ വിളിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും സീരിയസ് ആയിട്ട് ഒരു ഇഷ്യൂ ഇവർക്ക് റേസ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ല സാർ, ഇപ്പോഴും അതുപോലെയുള്ള ഒരു ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തുന്നുണ്ട്. അദാനിയുമായിട്ട് ബന്ധപ്പെട്ട്, ഷെൽ ഫാക്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇതിന് ആരോപണം എന്നല്ല പറയുന്നത്. ഇത് നമുക്കറിയാം, അദാനി ഉണ്ടായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ ശേഷമല്ല, നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷവുമല്ല. അദാനിയുമായിട്ട് എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്ന സർക്കാരുകളും BJPയുടെ സർക്കാരുകളും മാത്രമല്ല, നമ്മുടെ സർക്കാർ, കേരളത്തിലെ സർക്കാർ എഗ്രിമെൻറ്റ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പിച്ചത് അദാനിയായിട്ടാണ്. അദാനി ഇന്ത്യയിലെ ഒരു വൻ വ്യവസായിയാണ്. അവർക്ക് അവരുടെ വ്യവസായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കരാറുകളും നടപടികളും നിലപാടുകളും ഒക്കെ കാണും. എയർപോർട്ട് മേടിക്കാൻ എഗ്രിമെൻറ്റ്, ഷിപ്പ്, കപ്പൽശാലകൾ എല്ലാം അവരുടെ എന്തൊക്കെ ബിസിനസ് ഉണ്ടോ അത്. ഇപ്പം നമുക്കറിയാം എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയല്ലേ. റിലയൻസ് എന്നുള്ള ഇവർ അദാനി അംബാനി എന്നാണ് പറഞ്ഞത്. അംബാനി എന്നുള്ള ആ ഗ്രൂപ്പ് ഉണ്ടായത് രാജീവ് ഗാന്ധിയുടെ സഹായത്തോടുകൂടിയാണല്ലോ. ഇപ്പോൾ റിലയൻസ് വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെയാണ് അവർ ഭയങ്കര എമർജ് ചെയ്ത് വന്നത്. പണ്ട് തൊട്ടേ ടാറ്റയുണ്ട്, നമുക്ക് കേരളത്തിന് ലുലു ഉണ്ട്. ലുലുവൊക്കെ എല്ലാ പാർട്ടിക്കാരും BJP പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹം സഹകരിക്കും. അല്ല അവരുടെ ബിസിനസ്സുകാർക്ക് രാഷ്ട്രീയം നോക്കിക്കൊണ്ടൊന്നും നല്ല ബിസിനസ്സുകാർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നല്ല ബിസിനസ്സുകാർ എല്ലാ രാഷ്ട്രീയക്കാരുമായിട്ട് ഒരു തുല്യ ബന്ധവും. അപ്പോൾ ഇപ്പം രാജ്യം ഭരിക്കുന്ന മോഡിയും BJP ആയതുകൊണ്ട് അവർ BJPയോടെ വന്നിരിക്കുന്നു. ഒപ്പം നിൽക്കാൻ മീൻസ് BJPയുടെ സഹായം, BJPയുടെ അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ, സർക്കാർ തലത്തിലുള്ള സൗകര്യങ്ങൾ കിട്ടാൻ, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ ബിസിനസ്സുകാരെന്നുള്ളിൽ ചിലപ്പോൾ മോഡിയോടൊപ്പം പോയിരിക്കും. അപ്പോൾ നാളെ മോഡി മാറിയിട്ട് അല്ലെങ്കിൽ വേറെ ആളാവും. ഇന്നലെ അവർ റാവുവിനോടൊപ്പവും മൻമോഹൻ സിംഗിനൊപ്പം ഒക്കെ പോയിട്ടുണ്ട്. ഏത് സർക്കാർ ഭരിച്ചാലും ബിസിനസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുമെന്നാണ് അത് ഞാൻ പറയുന്നില്ല. അത് സാധിക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞത്. ഇനി നാളെ BJP മാറിയിട്ട് അമിത്ഷാ നാളെ പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിനൊപ്പം പോകും. ഞാൻ പറഞ്ഞ ഉടനെ കാലത്തൊന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്ന കാലം നമ്മൾ ചിന്തിക്കേണ്ട. കാരണം സാധ്യത ഒട്ടുമില്ലല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിന് ഒരു പ്രധാനമന്ത്രി സ്ഥാനം കിട്ടില്ല. നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് പറയാം, അല്ലാതെ അങ്ങനെ സാധ്യതയില്ല. ആ സാധ്യതയില്ലാത്തപ്പോൾ പിന്നെ BJPക്ക് ആരും പേടിക്കേണ്ടതില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ബിസിനസ്, പിന്നെ ഇതിൻ്റെ ഉത്തരം കൃത്യമായിട്ട് നരേന്ദ്രമോദി തുടക്കത്തിലേ പറഞ്ഞു. ഞാൻ ബിസിനസ്സുകാരുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു കോപ്പറേറ്റീവുകളുടെ തോളിൽ കൈയിടുന്നയാളാണെന്ന് പ്രധാനമന്ത്രി നേരിട്ടേ പറഞ്ഞിട്ടുണ്ട്. കോപ്പറേറ്റീവുകളെ ശത്രുക്കളായിട്ടല്ല ഞാൻ കാണുന്നത്. അവരും ഇന്ത്യയുടെ വികസനം, രാജ്യത്തിൻ്റെ വികസനത്തിൽ ഒത്തിരി സംഭാവന ചെയ്തിട്ടുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ള. അങ്ങനെ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു നയം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ശരിക്കും കമ്മ്യൂണിസ്റ്റുകൾ എതിർത്താൽ നമുക്ക് സമ്മതിക്കാം. കോപ്പറേറ്റീവുകളെ കമ്മ്യൂണിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ഒരു കോപ്പറേറ്റായി മാറി എന്നൊക്കെ സത്യമാണെങ്കിലും അവർ ആശയപരമായിട്ട് എന്നും കോപ്പറേറ്റീവ് ഐഡിയോളജിക്കൽ അവരെതിരായിരുന്നല്ലോ. അപ്പോൾ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ എതിരാണെന്ന് വേണേൽ വാദിക്കാൻ വേണ്ടിയല്ല അവർക്ക് സമ്മതിക്കാം. കോൺഗ്രസിന് കോപ്പറേറ്റീവുകളെ എങ്ങനെ എതിർക്കാൻ പറ്റും? അവരുടെ ഈ കോപ്പറേറ്റ് വിരുദ്ധ ആശയം അല്ലല്ലോ അവരുടേത്. ടാറ്റ ഉൾപ്പെടെ അംബാനി എല്ലാവരെയും വളർത്തിക്കൊണ്ടുവന്ന് അവർ അങ്ങനെയാണ്. അത് കോൺഗ്രസ്, നമുക്ക് കേരളത്തിൽ തന്നെ കോൺഗ്രസ്സുകാരുടെ രീതി ഈ കോപ്പറേറ്റീവ് ബിസിനസ് ലോബിയെ എതിർക്കുന്നതാണോ? ഇവിടുത്തെ കച്ചവടക്കാരും എല്ലാം കോൺഗ്രസിൻ്റെ കൂടെ അല്ലായിരുന്നോ? അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായി. ഇവർ ചുമ്മാ കോപ്പറേറ്റീവുകൾക്കാണ് എന്ത് കോപ്പറേറ്റീവുകൾക്കാണ് നടക്കുന്നത്? കോപ്പറേറ്റീവ് എന്താണ്? ഇവിടെ നമ്മുടെ യൂസഫ് അലിയുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് പിണറായി വിജയൻ കോപ്പറേറ്റീവുകൾക്കെതിരെ പറയുന്നത്. യൂസഫ് അലി ഒരു കോപ്പറേറ്റീവില്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ്. അദ്ദേഹത്തെ അംഗീകരിക്കാം, അദ്ദേഹത്തിൻ്റെ വ്യവസായ സാമ്രാജ്യത്തെ അംഗീകരിക്കാം, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് പോകാം, അദ്ദേഹത്തെ സ്വന്തക്കാരനായിട്ട് കാണാം, അദ്ദേഹത്തിൻ്റെ സേവനം സ്വീകരിച്ചുകൊണ്ട് ഗൾഫിൽ പോയിട്ട് പൈസ പിരിക്കാം, അവിടുന്ന് ലീഗലും ഇല്ലീഗലുമായിട്ട് പൈസ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിനൊന്നും കുഴപ്പമില്ല.
അത് അതേപോലെ അതിൻ്റെ വലിയൊരു ചേട്ടനാണ് അംബാനി അദാനി. അവരുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ബന്ധം കാണും. മന്ത്രിമാർ ഇതുപോലെ ആയാലും കള്ളപ്പണമൊന്നും ഇതുവരെ കൂടുതലായിട്ട് ഇല്ലല്ലോ. അവരുടെ ബിസിനസ്സിനെ സഹായിക്കുന്ന നടപടികൾ കേന്ദ്രങ്ങൾ എടുത്തിട്ടുണ്ടാകും. അത് ഞങ്ങൾ അങ്ങനെ നടപടി എടുക്കും. ഇവിടുത്തെ ബിസിനസ് ലോബി, ഇവിടുത്തെ കോപ്പറേറ്റീവ് സെക്ടറിനെയൊക്കെ പിന്തുണയ്ക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ബിസിനസ്സാണ് എന്ന് പ്രഖ്യാപിച്ചൊരു സർക്കാരാണ്. പിന്നെ നമ്മളിതിനെ പേടിക്കാൻ? ഓക്കെ സാർ, അതുപോലെ ഈ രാഹുൽ ഗാന്ധി പറയുന്ന ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം ഇനിയും ഞാൻ ചോദിക്കും, എനിക്കാരെയും ഭയമില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതോടൊപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ ലോക്സഭയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ അംഗത്വം ഇല്ലാതാക്കിയത്, അസാധുവാക്കിയത് എന്നൊരു ആരോപണം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട്. ഇതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നുള്ള നിലയിൽ തന്നെ അതിനെയൊക്കെ പൊതുജനം കാണുന്നത് ഇതൊരു ശക്തമായ നിലപാട് എന്നുള്ള നിലയിലല്ലേ, ഒരു സർക്കാരിനെതിരെ എടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ആ നിലയിലേക്ക് എത്തിയില്ലെങ്കിൽ ആ നിലയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന ഒരു ശക്തമായ നിലപാടുകളായിട്ടല്ലേ പൊതുജനം വിലയിരുത്തുകയുള്ളൂ. അതിനെ പൊതുജനം വിലയിരുത്തുന്നതിനെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അല്ല, ഇപ്പം പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം ഈ രാഹുൽ ഗാന്ധി ഇന്നലെ മിനിഞ്ഞാന്നല്ല പാർലമെൻ്റ് അംഗമായത്. കുറേ വർഷങ്ങളായിട്ട് പാർലമെൻ്റ് അംഗമാണ്. കഴിഞ്ഞ ടൈമിലും ഉണ്ടായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിൽ എത്ര ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് ആരോടും ചോദിച്ചാൽ നമുക്ക് നാളെ തന്നെ BJPക്കാർ അത് പ്രസിദ്ധീകരിക്കുമായിരിക്കും. ഇത്ര നാളെ പുള്ളി എത്ര ചോദ്യം ചോദിച്ചു, ഏതൊക്കെ ചോദ്യം ചോദിച്ചാൽ ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ അറിവിൽ അങ്ങനെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഉണ്ടായി തന്നെ വലിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ചോദിച്ചിട്ട് നമുക്കറിയില്ല. റാഫേലിൻ്റെ പ്രശ്നമായിട്ട് വന്നപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇടയ്ക്ക് ഏതാണ്ട് പേപ്പറൊക്കെ ഉയർത്തി കാണിച്ചു എന്നല്ലാതെ അതും ഒരു കോൺക്രീറ്റ് ചോദ്യം. നമുക്കറിയാം നമ്മുടെ പ്രേമേന്ദ്രൻ അങ്ങനെയുള്ളവരൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. ഇനി ജോൺ ബിട്രാസ് പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ലെവലുള്ള ചോദ്യം പോലും രാഹുൽ ഗാന്ധി എന്ന നേതാവിൽ നിന്ന് പാർലമെൻറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പാർലമെൻറ്റ് എന്നതിൽ അത് അൾട്ര ഫെയിലാണ്. അദ്ദേഹം എത്ര ചോദ്യം ചോദിച്ചു എന്നുള്ള ലിസ്റ്റൊക്കെ നാളെ തൊട്ട് BJPക്കാർ പുറത്തിറങ്ങിയോളും. അപ്പോൾ നമുക്ക് കൃത്യം അറിയാം. കാരണം ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് പാർലമെൻറ്റ് കാര്യമല്ലോ. നമുക്ക് അത് ഒരിക്കലും മികച്ച പാർലമെൻറ്റേറിയൻ എന്ന് ആരും പറയത്തില്ലല്ലോ. അത് പറയില്ല. മികച്ച വളരെ മോശപ്പെട്ട പാർലമെൻറ്റേറിയന്മാരുടെ ലിസ്റ്റിലേ അദ്ദേഹം വരുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ചോദ്യം ചോദിച്ചാൽ BJP ഇപ്പം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടില്ലെന്ന് പറഞ്ഞാൽ പിന്നെയുണ്ട്. അദ്ദേഹം ചോദ്യങ്ങളെ ചോദിക്കാത്ത ആളാണ്. ഇനി ചോദ്യങ്ങൾ ചോദിക്കട്ടെ. എന്ത് ചോദ്യം ഇയാൾ ചോദിക്കുന്നത്? ഇയാൾ ചോദിച്ചത് എന്താണ്? ഇപ്പോഴും ചോദിക്കുന്നത് എന്താണ്? ഇത് ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതൽ ഉയർത്തിക്കൊണ്ട് അതിന് കൃത്യമായ ഉത്തരങ്ങൾ എപ്പോഴും ബന്ധപ്പെട്ട് പറയുന്നില്ലേ? നരേന്ദ്രമോദിയും അദാനിയുമായിട്ട് വരെ ക്ലോസ് ബന്ധമാണെന്ന് പറഞ്ഞത്. എനിക്ക് ബന്ധമുണ്ടെന്ന് പുള്ളി 6 വർഷം മുമ്പേ പറഞ്ഞാണ്. എനിക്ക് ബന്ധമുണ്ട്, ഞാൻ ബന്ധപ്പെടും, എനിക്ക് കോപ്പറേറ്റീവുകൾ ശത്രുക്കളല്ല, ഞാൻ അവരുടെ തോളിൽ പറഞ്ഞിരുന്നു. പിന്നെ എന്തിനാ പിന്നെ ബന്ധം ചോദിച്ചു? ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ തോൾ കൈയിടുന്ന ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അല്ലെങ്കിൽ അദാനിയും മോഡിയും തമ്മിലുള്ള ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് നടത്തി, അല്ലെങ്കിൽ അതുകൊണ്ട് ഗവൺമെൻറ് എന്തെങ്കിലും നഷ്ടമുണ്ടായി, എന്തെങ്കിലും അഴിമതി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം പറയാം. നരേന്ദ്രമോദിയായിട്ടുള്ള ബന്ധമല്ല, കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, കേന്ദ്ര ഗവൺമെൻറ് റിലേഷൻ വെച്ചുകൊണ്ട് കൂടുതൽ ബിസിനസ് ഉയർത്താൻ അദാനിക്ക് കഴിഞ്ഞു എന്നുള്ളതൊരു കുറ്റമായിട്ട് കാണേണ്ട ആവശ്യമില്ല. ബിസിനസ്സുകാരെല്ലാം അങ്ങനെയല്ലേ? ഗവൺമെൻറ്റുമായിട്ട് അവരനുബന്ധി ഒരു അഴിമതി കാണിച്ചോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നേതാക്കന്മാർ പണം കൊടുത്തോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഇല്ലാത്തത്തോളം കാലം അതിനെ പേടിക്കേണ്ട കാര്യം BJPക്ക് എന്താണ്? നരേന്ദ്രമോദിക്ക് എന്താണ് പേടിക്കേണ്ട കാര്യം? പക്ഷേ ഇനിയിപ്പോൾ ഒരു സഖ്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം മമതാ ബാനർജി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ സാറ് സൂചിപ്പിച്ച തന്നെയാണ് കേജ്രിവാൾ, സീതാറാം യെച്ചൂരി, ഇവരൊക്കെ രാഹുൽ ഗാന്ധിയോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ പാർട്ടികളും ബാക്കിയുള്ളവരും എല്ലാം, കോൺഗ്രസ്സുകാരും അടക്കമുള്ളവരൊരു പ്രക്ഷോഭ പരിപാടികളിലേക്ക് കടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. നമ്മൾക്കിപ്പം ഇന്ന് കേരളത്തിൽ തന്നെ അതിരൂക്ഷമായ പ്രക്ഷോഭങ്ങളാണുണ്ട്. അതിനെ പോലീസ് അടിച്ചമർത്തുന്ന ഗതിയിലും 300 പേരിലധികം കേരളത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു തരത്തിലേക്ക് ഈ ഒരു നടപടി രാജ്യത്തെ മറ്റൊരു അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു നടപടിയിൽ നിന്നുണ്ടാകില്ലേ? അല്ല, അരക്ഷിതാവസ്ഥ എങ്ങനെ ഉണ്ടാകും? ഏത് രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാകും? ഇന്ത്യയുടെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരിക്കുന്ന BJP ആണ്. അവിടെയൊന്നും പ്രതിഷേധമൊന്നുമില്ല. കേരളത്തിൽ 2 കൂട്ടമാണ്. ഇവിടെയൊക്കെ പ്രതിഷേധം അല്ല, അവർ ദേശവ്യാപകമായ ഒരു കോൺഗ്രസ് തയ്യാറാവുകയാണ്. കോൺഗ്രസ് നമുക്ക് യാഥാർത്ഥ്യത്തോട് ഒപ്പം നിന്ന് സംസാരിക്കണം. അങ്ങനെ ഒരു പ്രക്ഷോഭമൊന്നും ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മമതാ ബാനർജി ഒന്നും പ്രക്ഷോഭമൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആന്ധ്രയിലൊന്നും പ്രക്ഷോഭം നടക്കത്തില്ല. നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? കെജ്രിവാൾ അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തുമോ? അല്ലെങ്കിൽ ആപ്പുകാർ നടത്തുമോ? ആപ്പിൻ്റെയൊക്കെ പ്രധാന ശത്രു കോൺഗ്രസ് അല്ലേ എപ്പോഴും. ഇപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പം BJP വിരുദ്ധ മനസ്സായി ഇവർക്കെല്ലാം. അതുകൊണ്ട് ഇവർ രാഹുൽ ഗാന്ധിക്ക് ഒരു സപ്പോർട്ട്, പ്രസ്ഥാനങ്ങളുടെ സപ്പോർട്ട്, അല്ലെ ഫേസ്ബുക്കിലൂടെ സപ്പോർട്ട് ചെയ്തു എന്നതിലപ്പുറം അവിടെയൊന്നും ഒരു കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ അവർക്ക് പറ്റില്ല. ഞാൻ BJPയുടെ ഈ ശക്തിക്കൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെയാണ് BJPക്ക് ഈസി വോക്ക് ഓവർ കൊടുക്കുന്നത്.
കഴിഞ്ഞ 2 ഇലക്ഷനും അങ്ങനെയാണ്, അടുത്ത ഇലക്ഷനും അത് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരു ബഹളം വെച്ച് കൂടിയെന്നല്ലാതെ ഇലക്ഷൻ വരുമ്പോൾ ഇതൊന്നും നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നിൽക്കത്തില്ല, ഉറപ്പാണ് അങ്ങനെ നിൽക്കത്തില്ല. അതിപ്പോൾ മമതാ ബാനർജിക്കൊന്നും ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി അംഗീകരിക്കാൻ പറ്റുമോ? വേണമെങ്കിൽ രാഹുൽ ഗാന്ധി മമതാ ബാനർജി അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവാണ് മമതാ ബാനർജി. അതുപോലെ മായാവതി ഉൾപ്പെടെയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ചന്ദ്രശേഖർ റാവുവിന് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ പറ്റൂല. പിന്നെയല്ലേ ഈ മറ്റുള്ളവരെ NCP നമ്മുടെ ശരത് പവാർ അംഗീകരിക്കുമോ? അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കും. അങ്ങനെ അതൊക്കെ അല്ല, ഞാൻ പറഞ്ഞ അത് നമ്മുടെ ഇന്ത്യ, അതിനപ്പുറം അവരെയൊക്കെ പല തട്ടിൽ നിർത്താനുള്ള പൊളിറ്റിക്സ് BJP ക്കും ഉണ്ട്. BJP ക്ക് അറിയാം അവരെയൊക്കെ ഏത് തട്ടിൽ നിർത്തണം, എങ്ങനെയൊക്കെ നിർത്തി ഈ കൂടുതൽ വോട്ട്. എല്ലാ ഇലക്ഷനും നമ്മൾ കാണുന്നത് അങ്ങനെയല്ലേ. BJP ക്ക് 50% വോട്ടില്ലല്ലോ, പക്ഷേ 70% സീറ്റ് കിട്ടുന്നത് എങ്ങനെ? അല്ല 60-65% സീറ്റ് കിട്ടിയത് എങ്ങനെ? പല സംസ്ഥാന ഇലക്ഷനിൽ അത് നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. 50% വോട്ടൊന്നും കിട്ടണമെന്നില്ല ഭൂരിപക്ഷം കിട്ടാൻ. കേരള സർക്കാരിന് പോലും 50% വോട്ടില്ലല്ലോ, എന്നിട്ട് അവർക്ക് 90 സീറ്റ് 99 സീറ്റ് കിട്ടിയില്ലേ. നമ്മുടെ അത് ഇലക്ഷൻ മാനേജ് ചെയ്യാൻ BJP ക്ക് അറിയാം, അതവർ ചെയ്തോളും, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇതിലൊരു ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ആരോപണം കൂടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും ഒരു പ്രതീകമായിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരായി നടക്കുന്ന ഒരു നീക്കം എന്ന് പറയുന്നത്. കാര്യം ഒരു വർഗീയ ധ്രുവീകരണം അവിടെ സംഭവിക്കുന്നു. അതിനുവേണ്ടി ഒരു മതേതര മുന്നണി എന്നുള്ള സങ്കല്പത്തിലേക്ക് ഇന്ത്യ അടുക്കാൻ പോകുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ആണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർത്തും അതിനൊരു ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് കാണുന്നത്. ഈ ഫാസിസം, വർഗീയത, മതേതരത്വം ഇങ്ങനെ കുറേ പാക്ക് പറഞ്ഞുകൊണ്ട് BJP ക്ക് അടിക്കാൻ തുടങ്ങി കുറേ നാളായി. ഇതൊക്കെ ഇല്ലാതായി ഒളിച്ചു പോയ സംഗതിയിലല്ലേ. എന്ത് ഫാസിസമാണ് BJP കാണിച്ചിരിക്കുന്നത്? ഇപ്പോഴും ഇടതുപക്ഷം സംസാരിക്കുന്ന ഇടതുപക്ഷവും അതുപോലെ നമ്മുടെ ഇടതുപക്ഷ മനസ്സ് പേറുന്ന നമ്മൾ പലരും ഈ വാക്കുകളൊക്കെ വെറുതെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ പറഞ്ഞ് ഈ വാക്കിൻ്റെ തന്നെ വില പോയി. ഫാസിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒറ്റത്തവണ നടപ്പാക്കിയിട്ടുള്ളൂ. ഇന്ന് അടിയന്തരാവസ്ഥ കോൺഗ്രസിൻ്റെ വേറെ ഒരിടത്തും ഫാസിസം ഉണ്ടായിട്ടില്ല. ഫാസിസം ഇന്ത്യ അംഗീകരിക്കത്തില്ല. അടിയന്തരാവസ്ഥയെ കോൺഗ്രസ് വലിയ ശക്തിയായിട്ട് രാജ്യം മുഴുവൻ അവരുടെ പവർ പല സംസ്ഥാനങ്ങളിലും അത് ഭരിക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾ, ഈ പറഞ്ഞ RSSകാർ, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റുകൾ, വേറെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പുറകെ നിൽക്കാൻ അത് വേറെ ചരിത്രം. അത് പോട്ടെ, ഇവർ ഫൈറ്റ് ചെയ്ത് ഈ ഭരണവർഗത്തിനെതിരെ ജീവൻ കൊടുത്തുകൊണ്ട് സ്വാതന്ത്ര്യം സംരക്ഷിച്ചു. രണ്ടാം സ്വാതന്ത്ര്യ സമരമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഫാസിസ്റ്റ് കോൺഗ്രസിൻ്റെ ഫാസിസത്തിനെതിരെ നടന്ന സമരം. പിന്നീട് ഒരിക്കൽ പോലും ഇന്ത്യ ഫാസിസത്തിൻ്റെ കാര്യത്തിൽ ചിന്തിച്ച ഒരു സർക്കാരും. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ സർക്കാർ വന്നിട്ടും കോൺഗ്രസിൻ്റെ പിന്തുണയോടെ സോഷ്യലിസ്റ്റുകൾ വന്നപ്പോഴോ BJP സർക്കാർ ഒന്നും ഫാസിസത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നരേന്ദ്രമോദി പറഞ്ഞു ഇനി ഒരിക്കൽ പോലും ഇന്ത്യക്ക് ഫാസിസ്റ്റ് ഒരു ഭരണം അല്ലെ ഫാസിസത്തിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തുടക്കത്തിലെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ ഫാസിസം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അടിയന്തരാവസ്ഥയായിരുന്നു ഫാസിസം. ബാക്കി എല്ലാ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും തച്ചുടച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി മാത്രം പറയുന്നത് മാധ്യമങ്ങളെയും എല്ലാം ഒഴിവാക്കിയുള്ള ആ ഭരണം ഇവിടെ കണ്ടതാണ്. ബ്രിട്ടീഷുകാരെക്കാളും കഷ്ടത്തിൽ ഫാസിസം നടപ്പാക്കിയ കോൺഗ്രസ്സുകാരാണ്. അങ്ങനെ ഇനി ഫാസിസം ഉണ്ടാകത്തില്ല. പിന്നെ മതേതരത്വം, BJP എന്ത് മതേതരമല്ലാത്ത കാര്യമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? BJP സർക്കാർ അല്ല BJP ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഏതെങ്കിലും ജാതിക്കാർക്ക് അവിടെ BJP പാർട്ടിയിൽ അംഗത്വം ഇല്ലാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ മുസ്ലിങ്ങളെ BJPയോട്ട് ആകർഷിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളൊക്കെ വരുമെന്നല്ലേ പറയുന്നത്. ഡിസ്കഷൻ, ചർച്ച ചെയ്യാം, സംസാരിക്കാം, BJPയിൽ അംഗത്വം എടുക്കൂ, നിങ്ങൾക്ക് സ്ഥാനങ്ങൾ തരാം. അങ്ങനെ ഇത് BJPയിൽ വന്നിട്ട് BJPയിൽ ഒരു ഈ പറഞ്ഞ ഹിന്ദുക്കളല്ലാത്ത ഏതെങ്കിലും ജാതിക്കാരോ മതക്കാരോ വന്നിട്ട് അവരെ സൈഡ്ലൈൻ ചെയ്തു, അല്ലെ അവർക്ക് സ്ഥാനം കൊടുത്തില്ല, അവർ മുസ്ലിം ആയതുകൊണ്ട് അല്ലെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അവർക്ക് സ്ഥാനം കിട്ടിയില്ല എന്ന് BJP വന്ന ഒരാൾ പറയുകയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഓക്കെ, അത് ഒരു വർഗീയതയുണ്ട്, അതിൻ്റെ അകത്ത് വർഗീയ ഇതുണ്ട്, താല്പര്യമില്ല, നമ്മളൊന്നും കെയർ ചെയ്യുന്നില്ല. BJP വന്ന ഒരു ന്യൂനപക്ഷ നേതാക്കന്മാരും ന്യൂനപക്ഷ അംഗങ്ങളും ഇതുവരെ ഒരു അങ്ങനെ ആരോപണം പിന്നെ BJPക്കെതിരെ പുറത്തു നിന്നയാൾ വർഗീയത പറഞ്ഞതിന് എന്തർത്ഥം? എന്ത് വർഗീയതയാണ് BJP കാണിച്ചിരിക്കുന്നത്? ഇനി സർക്കാരിൻ്റെ കാര്യം പറഞ്ഞാൽ, സർക്കാർ വർഗീയമായിട്ട് ഏതെങ്കിലും നയം എടുത്തിട്ടുണ്ടോ? ഭാരതത്തിലെ സർക്കാർ ഏതെങ്കിലും ജാതിക്ക് മതത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് എന്ത് നയം എടുത്ത്? ആകപ്പാടെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ പൗരത്വ നിയമമാണ്. പൗരത്വ നിയമം പ്രഖ്യാപിച്ചാൽ പറഞ്ഞത് അടുത്ത മാസം തൊട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതൊക്കെ അത് ഇപ്പം വർഷങ്ങൾ 1-2 വർഷമായി ഒറ്റ മുസ്ലിം ക്രിസ്ത്യാനി ഇവിടെ പോകേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ ഞാൻ കപട്ടത, നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ കാപട്യാണ് ഇതെല്ലാം തെളിയുന്നത്. ഫാസിസം, മതേതരത്വം, പിന്നെ ഹിന്ദുത്വവൽക്കരണം. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ്.
അത് നിങ്ങൾ ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആരും അത് പ്രശ്നമല്ല. ഇവിടെയുള്ള എല്ലാവരും ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെയും ഇവിടുത്തെ മുസ്ലിമിൻ്റെയും ഇവിടുത്തെ ജൈനിൻ്റെയും ഹിന്ദുസ്ഥാനി ഹിന്ദു പറഞ്ഞാൽ അമ്പലത്തിൽ പോകുന്നവനല്ല. അത് നമ്മളിപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ ആശയ വക്താക്കളായിട്ട് ഇപ്പം പബ്ലിക് എല്ലാം അംഗീകരിച്ചിരിക്കുന്ന RSനെയാണ്. ഹിന്ദുത്വത്തിൻ്റെ ഒരു ഹിന്ദു അതിൻ്റെ സത്സംഖ്യാല തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുന്ന ഒരു പൊതു നെയിമാണ് ഹിന്ദുത്വം, അല്ലെ ഹിന്ദുക്കൾ. പണ്ട് യേശുദാസ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്. യേശുദാസ് പറഞ്ഞു, ഞാൻ ഫ്ലൈറ്റ് കയറി ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ ഞാൻ മറ്റുള്ള എന്നെ കാണുന്നവർ, ഞാൻ ഏത് രാജ്യത്താണ് പോകുന്നത് അവരെന്നെ ഞാനൊരു ഇന്ത്യക്കാരൻ, ദാറ്റ്സ് എ ഹിന്ദുസ്ഥാനി. അപ്പോൾ നമ്മളൊരു പാകിസ്ഥാനിലുള്ള ഒരാൾ ഇപ്പോൾ ഇങ്ങോട്ട് വരിക, ഉദാഹരണം പാകിസ്ഥാൻ ഒരുത്തന്നെ ഇവിടെ കേരളത്തിൽ നമ്മൾ ഫസ്റ്റിലെ അയാൾ ആരാന്ന് വിചാരിക്കുന്നത്? മുസ്ലിം നല്ല ഉള്ളൂ. അയാളും പാകിസ്ഥാനിൽ ഹിന്ദുക്കളുണ്ടല്ലോ, കുറച്ചുപേരുണ്ടല്ലോ, അവിടെ ക്രിസ്ത്യൻസും ഉണ്ടല്ലോ. അവർ ക്രിസ്ത്യൻസിനെതിരെയൊക്കെ വേട്ടയാടുന്നൊക്കെ വാർത്തകളുണ്ട്. പക്ഷേ നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് ആര് വന്നാലും നമ്മുടെ മനസ്സിലേക്ക് അയാൾ ഒരു മുസ്ലിമാണെന്ന് വരും. അതുപോലെ ദുബായിൽ നിന്ന് ഒരാൾ വന്നു. അങ്ങനെ രാജ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറുന്ന അയാളൊരു മുസ്ലിം എന്നാണ്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ആര് പുറത്ത് പോയാലും മറ്റു രാജ്യങ്ങളിൽ ചെന്നാൽ അയാളൊരു ഹിന്ദു എന്ന് തന്നെയാണ് കരുതുന്നത്. അതാണ് വേണ്ടതും. അവിടെ ഇവിടെ അത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് ഹിന്ദുത്വം. ആ ഐഡൻറ്റിറ്റി നമുക്കുണ്ട്. പാകിസ്ഥാന് മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ളതുപോലെ നമുക്ക് ഹിന്ദു ഐഡൻറ്റിറ്റി ഇന്ത്യക്കാർക്കുണ്ട്. അതിൽ ഹിന്ദു അമ്പലത്തിൽ പോകുന്നവനും കാണും, പള്ളിയിൽ പോകുന്നവനും കാണും, മോസ്കിൽ പോകുന്നവനും കാണും, ഒരിടത്തും പോകാത്തവരും കാണും. അതാണ് നമ്മുടെ ഹിന്ദുത്വം. അതാണ് ഇത്രയും ബാക്കിയുള്ളതൊക്കെ വെറുതെ വലിച്ചഴിച്ചിട്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അല്ലെങ്കിൽ ഒരു RSS പോലുള്ള ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി പലരും പല ഭാഷകളും ശ്രമിച്ചു, നടക്കുന്നില്ല. കേരളത്തിൽ ഈ പരിപ്പ് ഇവിടെ വേഗമില്ല എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ പല പരിപാടി നോക്കി. പൊളിറ്റിക്കൽ ഗെയിനൊന്നും കിട്ടിയില്ലെങ്കിലും RSS എന്നൊരു ശക്തി കേരളത്തിൽ നിന്ന് ശക്തിയാണല്ലോ. ഇവിടെ നടക്കേണ്ട പല അതിക്രമങ്ങളൊക്കെ തടഞ്ഞു നിർത്തിയ ഒരു ഫോഴ്സാണ് RSS. അതിപ്പോൾ അവർ പറയുന്നതൊന്നും കെയർ ചെയ്യുന്നില്ല. അവർ ആക്ഷേപിക്കുകയോ മതേതര വർഗീയവാദികൾ എന്ന് പറയുകയോ എന്നൊക്കെ ചെയ്താലും അതൊന്നും അവർക്ക് ഐഡിയോളജിയുടെ ഒരു ബലമുണ്ട്. ആ ഐഡിയോളജിയുടെ ബലമുള്ള ഒത്തിരി പേര് BJPയിലും ഉണ്ട്. അതുകൊണ്ടാണ് പാർട്ടിക്ക് പേടിക്കാതെ ഇവരെന്ത് പറഞ്ഞാലും രാഹുൽ ഗാന്ധിയൊക്കെ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അതായത് രാഹുൽ ഗാന്ധിയെ ഒരു തരത്തിലും ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ ജനനേതാവാക്കി മാറ്റുന്ന തരത്തിലുള്ള നടപടിയല്ല എന്നുള്ള ലെവലിൽ സാർ കൺക്ലൂഡ് ചെയ്യുന്നു. ഞാൻ ഇതിന് അറിയോ, ജനനേതാവാക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇതെന്ന് പറഞ്ഞാൽ BJP ഇവരാദ്യം പറയുന്ന ഈ ഒരു കോടതി വിധിയും അതിന് ശേഷമുള്ള നടപടിയൊക്കെ BJP ചെയ്തത് എന്താണ്? BJP ചെയ്തതല്ലെന്ന് പറയണ്ടേ? അല്ലേ? അതെ. കാരണം BJP അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇയാളെ ജനനേതാവാക്കാൻ വേണ്ടി BJP എന്തെങ്കിലും ചെയ്യുമോ? അപ്പോൾ ഇദ്ദേഹം ജനനേതാക്കാനുള്ള ഒരു സാഹചര്യം BJP ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്ന് നമ്മൾ പറയണം, ഈ കോടതി വിധി ഒരിക്കലും BJP അല്ല സത്യം. എങ്കിൽ ഇവർ പറയുന്നത് അങ്ങനെയല്ലല്ലോ. കോടതി വിധി BJP ഉണ്ടാക്കിയതാണ് പറയുന്നത്. പെട്ടെന്നൊരു കോടതി വിധി, അതിനെ തുടർന്നുള്ള ഈ നടപടി BJPക്കാർ ചെയ്തതല്ല. അങ്ങനെ ഭാഗ്യം കൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ജനനേതാവായി മാറുന്നു. അങ്ങനെ ഒരു കാഴ്ചപ്പാട്. മറിച്ചാണെങ്കിൽ BJP അങ്ങനെ ചെയ്തതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എന്താ വരേണ്ടത്? കോട്ടം വരണം. ഇത് കോട്ടം വരുന്നില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ യുക്തി എന്താണ്? ഈ രണ്ടുകൂടെ കമ്പയർ ചെയ്ത് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിയല്ലേ? ഞാൻ പൊതുവിൽ അങ്ങനെ ഒരു ചർച്ച വരുന്നുണ്ട്. ഒരേ ആൾക്കാർ രണ്ടും പറയാവുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഗുണം കിട്ടാൻ വേണ്ടി ഗുണം കിട്ടും എന്ന് പറയുന്ന ആൾക്കാർ തന്നെ BJP കുറ്റം ചെയ്തതാണ്. BJP ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചു. BJP നടപടി സ്വീകരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഗുണം കിട്ടുന്നെങ്കിൽ പിന്നെ ഈ തർക്കത്തിന് നമ്മൾ ചർച്ച ചെയ്ത് വഴക്ക് പിടിക്കുന്നത് തന്നെ BJP ചെയ്യുന്ന നല്ല കാര്യമല്ലേ? ഈ കോൺഗ്രസിൻ്റെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ട് വരും, നല്ല കാര്യമല്ലേ? അപ്പോൾ ഈ സംഭവത്തെ എന്തിനാണ് അവർ വിമർശിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധിയുടെ മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്തതിനെ എന്തിനാണ് വിമർശിക്കുന്നത്? അതുകൊണ്ട് ഗുണമല്ല കിട്ടിയേ. ദോഷം വന്നാലേ ഇപ്പോൾ നിങ്ങൾക്കൊരു ദോഷം വന്നാലാണ് ഞാൻ ചെയ്ത തെറ്റ് ചെയ്തു, എനിക്ക് ദോഷം വന്നു പറയാം. നിങ്ങൾക്ക് ഞാനൊരു ഗുണം ചെയ്താൽ ഞാൻ ചെയ്ത പ്രവൃത്തി കുറ്റപ്പെടുത്താൻ പാടില്ല, അതിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാനും ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്ത കാര്യം നിങ്ങൾക്ക് വലിയ നേതാവായിട്ട് പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ട് ഉയരാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്പം ഞാൻ ചെയ്ത കുറ്റത്തെ നിങ്ങൾ തന്നെ വിമർശിക്കുന്നത് നല്ല കാര്യം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കല്ലേ നിങ്ങൾ ചെയ്ത നല്ല കാര്യം. കോടതി വിധി വന്ന ഉടനെ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്തു, അതുകൊണ്ട് ഞാൻ വലിയ നേതാവായി മാറിയിരിക്കുന്നു. താങ്ക്സ് അല്ലേ പറയേണ്ടേ? ശരിക്കും അങ്ങനെയാണെങ്കിൽ BJPക്കാർക്ക് താങ്ക്സ് പറയണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ചെയ്യണ്ടേ. ശരിക്കും രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു പൊളിറ്റിക്കൽ നേതാവായിട്ട് മാറാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ നടപടിയെടുത്ത പാർലമെൻ്ററി കാര്യ മന്ത്രിക്കോ അല്ലെങ്കിൽ ആരാണോ കൺസേൺഡ് ആളാരാണോ ഇദ്ദേഹത്തിൻ്റെ അംഗത്വം സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് അവർക്ക് താങ്ക്സ് പറയുന്നതിന് പകരം അത് വലിയ സംഭവമാണ് BJPക്കാർ ബോധപൂർവ്വം ചെയ്തു പോകുന്നതിന് എന്ത് കാര്യം? ഓക്കെ സർ, ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഇനിയുള്ള ഇന്ത്യയുടെ ഭാവി. BJP ഒരു ഭാഗത്ത് നിൽക്കുന്നു, സ്വയം ശക്തിമാൻ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നു.
BJPയുടെ നയങ്ങൾ രാഹുൽ ഗാന്ധി ശക്തിപ്പെടുത്തുമോ എന്നുള്ളത് വരും കാലങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഇന്നത്തെ എഡിറ്റേഴ്സ് ചോയ്സിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ പി. ശ്രീകുമാർ സാറാണ്. സർ, വളരെയധികം നന്ദി സർ. നമസ്കാരം.